നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായൊരു കാര്യത്തെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ പേഴ്സിൽ ചില വസ്തുക്കൾ വെച്ചു കഴിഞ്ഞാൽ എത്ര കാലിപ്പേഴ്സ് ആണെങ്കിലും അത്ഭുതകരമായ രീതിയിൽ പണം വന്നു നിറയുകയും കൂടാതെ അനാവശ്യമായ ചിലവുകൾ പിടിച്ചുകെട്ടിയ പോലെ നിൽക്കുകയും ചെയ്യും. അത്തരം വസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. പലരും വളരെ കീറിപ്പറഞ്ഞ് പഴകിയ പഴ്സുകൾ ഉപയോഗിക്കുന്നത് കാണാം. ആ പേഴ്സ് ഒരിക്കലും ഒഴിഞ്ഞിരിക്കില്ലത്രേ. അത് കിട്ടിയതിന് ശേഷം പണത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നും അവർ പറയുന്നത് കേൾക്കാം. അത്തരത്തിൽ എല്ലാ പേഴ്സും ഭാഗ്യമുള്ളതാക്കി മാറ്റാം. അതിനുള്ള മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ അവസാനം പറയുന്ന വിദ്യ പഴയ മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ഒന്നാണ്. അത് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതിയാകും. അതിനു മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളിൽ പലരും ധാരാളം ധനം സമ്പാദിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ 10 പൈസ നിൽക്കില്ല. പല രീതിയിലുള്ള പാഴ്ചെലവുകളും മറ്റും നിങ്ങൾ പോലും അറിയാതെ വന്നുകൊണ്ടിരിക്കും. ഇത്തരം പാഴ്ചെലവുകൾ ഒഴിവാക്കാനും സമ്പത്തിനെ ഇരട്ടിയാക്കാനുമുള്ള മാർഗങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ആദ്യമായി നല്ലൊരു മുഹൂർത്തത്തിൽ പണം സൂക്ഷിക്കാനുള്ള വസ്തു വാങ്ങുക എന്നതാണ്. നല്ല സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി നല്ല ഫലം ചെയ്യും എന്നതാണ് ജ്യോതിഷം പറയുന്നത്. അതിനായി നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഒരു പേഴ്സ് വാങ്ങി അതിൽ പണം നിക്ഷേപിക്കുക. അപ്പോൾ പലർക്കും സംശയമുണ്ടാകും, എപ്പോഴാണ് ഈ അഭിജിത്ത് മുഹൂർത്തമെന്ന്. അഭിജിത്ത് മുഹൂർത്തം ലഗ്നത്തിന്റെ 10-ൽ സൂര്യൻ നിൽക്കുന്ന സമയമാണ്. അതായത് സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയുള്ള സമയത്തിന്റെ പകുതി വരുന്നതായ സമയത്തിന്റെ മുന്നിലൊരു നാഴികയും പിന്നിലൊരു നാഴികയും എന്നു മാത്രം തൽക്കാലം മനസ്സിലാക്കുക. ബുധനാഴ്ച ദിവസങ്ങളിൽ രാഹുകാലം ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയാണ്. ഇക്കാരണത്താൽ ബുധനാഴ്ചയിലെ അഭിജിത്ത് മുഹൂർത്തം ഒഴിവാക്കുന്നതാണ് നല്ലത്. അഭിജിത്ത് മുഹൂർത്തം അറിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയിലായി മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന ലോക്കറിൽ ഒരു പിരമിഡ് വെക്കുക. ഇത് പണത്തിന്റെ ഫ്ലോ ഉറപ്പിക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പണത്തിന്റെ വരവിലുള്ള തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യും. നിങ്ങൾ യാതൊരു വിധത്തിലുമുള്ള ധനവരവില്ലാത്ത വ്യക്തിയാണെന്ന് കരുതുക. സാമ്പത്തികമായി യാതൊരുവിധ മെച്ചമില്ല. കയ്യിൽ ഒന്നിനും പണം എടുക്കാനില്ല. അങ്ങനത്തെ വ്യക്തികൾക്കുള്ള ഒരു ടിപ്പാണ് ഇനി പറയുന്നത്. ഇത് കയ്യിൽ അത്യാവശ്യം പണമുള്ള ആളുകൾക്കുള്ളതല്ല, തീരെ പണമില്ലാത്തവർക്കുള്ളതാണ്. ജ്യോതിഷത്തിലെ രാഹുവിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ വൃത്തിയുള്ളൊരു നീല പേഴ്സ് വാങ്ങി അതിൽ ഏതെങ്കിലും ഒരു കള്ളിയിലായി 11 ഉഴുന്ന് പരിപ്പ് സൂക്ഷിച്ച് വെച്ചേക്കുക. നിങ്ങൾക്ക് അത്ര ഗതികെട്ട സമയത്ത് മാത്രമേ ഈയൊരു രീതി അവലംബിക്കാൻ പാടുള്ളൂ. എന്നാൽ അത്യാവശ്യം പണമുള്ള ആളുകൾ ഈ രീതി ചെയ്യരുത്. അത് അപകടത്തെ ക്ഷണിച്ചു വരുത്തും. അതായത് ജ്യോതിഷത്തിലെ രാഹുവിന്റെ നിറമാണ് നീല. രാഹു എന്നാൽ ഏത് മാർഗത്തിലൂടെയും ധനം വരുത്താൻ ശേഷിയുള്ള ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സിനുള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പണം വരുന്നതിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ്. അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെയാണെങ്കിൽ നീലയ്ക്ക് പകരം പച്ച നിറത്തിലുള്ള പേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. പച്ച നിറത്തിലുള്ള പേഴ്സ് ധനം നല്ല രീതിയിൽ ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പേഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു അധ്യാപകനാണെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു മാന്യനായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞ നിറത്തിലുള്ള പേഴ്സ് ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ബിസിനസ്സുകാർ മഞ്ഞ നിറത്തിലുള്ള പേഴ്സ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സിൽ ഒറ്റ സംഖ്യയായിട്ട് പണം സൂക്ഷിക്കുക. 11, 21, 51, 101, 201, 501 എന്നീ രീതിയിൽ പേഴ്സിൽ പണം സൂക്ഷിക്കുക. നിങ്ങളുടെ പേഴ്സ് ഒരു കാരണവശാലും കാലിയായിരിക്കാൻ പാടില്ല.
അതുപോലെ തന്നെ മുഷിഞ്ഞതോ കീറിയതോ ആയ നോട്ടുകൾ ഇപ്രകാരം ഒറ്റസംഖ്യയായി സൂക്ഷിക്കരുത്. നിങ്ങൾ ഇപ്രകാരം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പണം ജീവിതത്തിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന പണത്തിൽ നിന്നും മാറ്റിവെച്ച ഒരു 10 രൂപയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദ്യമായിട്ട് കിട്ടിയത് തന്നെ വേണമെന്നില്ല. നിങ്ങൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തപ്പോൾ വളരെ സംതൃപ്തി തോന്നുകയും അതിന് കിട്ടിയ പ്രതിഫലത്തിൽ നിന്ന് ആയാലും മതി. അതായത് ആദ്യമായി ജോലി ചെയ്തു കിട്ടിയ വരുമാനത്തിൽ നിന്നുള്ള ഒരു 10 രൂപ ഒരു രൂപ കൂടി ചേർത്ത് 11 ആ പണം ഒരു മഞ്ഞത്തുണിയിൽ പൊതിഞ്ഞ് മഞ്ഞളിൽ മുക്കിയ വെള്ളനൂല് കൊണ്ട്, അതായത് പച്ചമഞ്ഞൾ അരച്ച് ഒരു വെള്ളനൂലിൽ തേച്ച് പിടിപ്പിച്ച് ആ നൂലുണങ്ങിയ ശേഷം അതുകൊണ്ട് ഈ തുണിയെ കെട്ടുക. ഇങ്ങനെ കെട്ടി പേഴ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ധനവരവ് ഇരട്ടിയാകാൻ കാരണമാകും. ഒരു കാരണവശാലും കറുത്ത തുണി കൊണ്ട് ഈ പണം പൊതിയരുത്. നിങ്ങൾ ഫ്രീ ആയി കിട്ടിയതോ മറ്റോ ആയ പേഴ്സുകൾ ഉപയോഗിക്കരുത്. കീറിയതും ചെളി പിടിച്ചതുമായ പേഴ്സുകളും ഉപയോഗിക്കരുത്. പകരം അധ്വാനിച്ചുണ്ടാക്കിയ പണം ചിലവഴിച്ച് അത് സൂക്ഷിക്കാനുള്ള പേഴ്സ് നല്ലൊരെണ്ണം വാങ്ങുക. മറ്റൊന്നാണ് തുകൽ കൊണ്ടുണ്ടാക്കിയ പേഴ്സ്. തുകൽ കൊണ്ടുണ്ടാക്കിയ പേഴ്സിൽ പണം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഷ്ചെലവുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. നിങ്ങൾക്ക് പല രീതിയിലുള്ള ധനവരവുണ്ടാകും. ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധിയും ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ലോകോത്തര ബ്രാൻഡുകൾ എല്ലാവരും തുകലിലാണ് പേഴ്സ് നിർമ്മിക്കുന്നത്. അതായത് വലിയ ധനവാന്മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ പേഴ്സ് മാറ്റി പുതിയൊരു തുകൽ പേഴ്സ് വാങ്ങി അതിൽ പണം സൂക്ഷിക്കാവുന്നതാണ്. മറ്റൊന്നാണ്, ചിലർ പേഴ്സിൽ പണം സൂക്ഷിക്കാറില്ല. പകരം അവർ ബാഗിലോ വീട്ടിൽ ചെന്നാൽ വീട്ടിലെ ചുവലരമാരയിലോ വലിച്ചെറിഞ്ഞിടും. ഇത് പണത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതായത് നിങ്ങൾക്ക് പണത്തിനെ ഇഷ്ടമല്ല എന്നാണ് അർത്ഥം. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്തു മാത്രമേ നിങ്ങളിലേക്ക് ആകർഷിച്ച് വരികയുള്ളൂ. അതിനാൽ തന്നെ എല്ലാ ദിവസവും ആ പേഴ്സിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് നിങ്ങളുടെ നെറ്റിയോട് ചേർത്ത് പിടിച്ച് ഞാൻ ഭാഗ്യവാനാണ്, എനിക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുമെന്ന് 3 തവണ പറയേണ്ടതാണ്. ഇത് വളരെ ശക്തമായൊരു ടെക്നിക്കാണ്. നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റൊന്ന് താമരപ്പൂവിൻ്റെ ചിത്രമാണ്. പണത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നത് താമരപ്പൂവിലാണ്. നിത്യവും പേഴ്സിൽ ഒരു താമരപ്പൂവിൻ്റെ ഇതൾ ഇടുവാൻ കഴിയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ധനഭാഗ്യത്തെ ഇരട്ടിയാക്കും. എന്നാൽ നിത്യവും താമരപ്പൂവിൻ്റെ ഇതളുകൾ മാറി മാറി ഇടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒരു താമരയുടെ ചിത്രം ചെറിയൊരു പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുത്ത് അത് 5 മടക്കി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലക്ഷ്മി ദേവി പേഴ്സിൽ എന്നെന്നും വസിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ധനവരവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേഴ്സിൽ അനാവശ്യമായ പഴയ ബില്ലുകളും കാർഡുകളുമെല്ലാം ഉണ്ടെങ്കിലും അവയെല്ലാം ഇന്ന് തന്നെ എടുത്തു മാറ്റുക. കാരണം വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഒരിക്കലും ലക്ഷ്മി ദേവി കുടികൊള്ളുകയില്ല. അടുത്തതായി പറയുന്നത് മനയിലെ പഴയ മന്ത്രവാദ ഗ്രന്ഥത്തിന്റെ കയ്യെഴുത്ത് പ്രതികളിൽ നിന്നും എടുത്ത ഒന്നാണ്. നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ഈ അറിവ് ലഭിക്കുന്നതല്ല. എന്നാൽ പണമില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന ഒരു ലളിതമായ കാര്യമാണിത്. അതിനാദ്യമായി വേണ്ടത് ഒറ്റ നിറത്തിലുള്ള പശുവിൻ്റെ പാലിൽ കൂവളത്തിൽ അരച്ച് ഗുളിക പോലെ ആക്കി ഉരുട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ശേഷം ആ ഉണങ്ങിയ ഗുളികയിൽ അല്പം തുളസി നീര് വീഴ്ത്തുക. അത് വീണ്ടും ഉണക്കാൻ വെക്കുക. ശേഷം എടുത്ത് ഇത് പണം സൂക്ഷിക്കുന്ന പേഴ്സിൽ വെക്കുക. ഒരു ചാന്ദ്രമാസത്തിനകം നിങ്ങൾക്ക് ഫലം ലഭിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ വന്നാൽ ഈ പേഴ്സ് വടക്ക് ദിക്കിൽ വേണം സൂക്ഷിക്കാൻ. ഞാനീ പറഞ്ഞ ടിപ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഈ രീതികളിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിത ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ലോട്ടറി പോലെയുള്ള വസ്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും.
നിങ്ങളിത് ചെയ്ത് ചെറിയ തുകയ്ക്ക് ലോട്ടറി ഒന്നും എടുത്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ അനാവശ്യ ചിലവുകൾ വേരറ്റു പോകുകയും നിങ്ങൾ പോലും അറിയാത്ത രീതികളിൽ നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാകുകയും ചെയ്യും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.